ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ള നാട്ടിൻപുറങ്ങളിലൊക്കെ സുലഭമായി കിട്ടുന്ന ശംഖുപുഷ്പം വെച്ച് നമുക്കിന്നൊരു ചായ ഉണ്ടാക്കിയാലോ? അതിനുവേണ്ടി ഞാനിവിടെ കുറച്ച് ശംഖുപുഷ്പം എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഗ്രീൻ കളറിലുള്ള ഈ ഒരു ഭാഗം മുറിച്ച് കളഞ്ഞ ശേഷം നന്നായി ഒന്ന് കഴുകിയെടുക്കാം. ഇനി ഒരു സോസ് പാനിലേക്ക് 2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് ഒരു 8-9 ശംഖുപുഷ്പം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നല്ലൊരു ഫ്ലേവറിന് വേണ്ടി ഒരു ചെറിയ കഷ്ണം പട്ട, ഒരു ഏലക്ക, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ചത് ഇതെല്ലാം ചേർത്ത് ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഇങ്ങനെ തിളപ്പിച്ചെടുക്കുന്നതിന് പകരം തിളച്ച വെള്ളത്തിലേക്ക് ശംഖുപുഷ്പം ചേർത്ത് കുറച്ച് നേരം അടച്ചു വെച്ചതിന് ശേഷം എടുത്താലും മതി. നന്നായി തിളച്ച് വരുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്ത് ഒരു 2 മിനിറ്റ് മൂടി വെച്ച ശേഷം നമുക്കിതൊന്ന് അരിച്ചെടുക്കണം. ഇനി ഇത് 2 ഗ്ലാസ്സിലേക്കായിട്ട് ഒഴിച്ചു കൊടുക്കാം. അടുത്തതായി ഇതിലേക്ക് 1.5 ടീസ്പൂൺ വീതം തേൻ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഒരു ഗ്ലാസ്സിലേക്ക് 1/2 ടീസ്പൂൺ ലെമൺ ജ്യൂസ് കൂടി ചേർക്കുന്നുണ്ട്. ലെമൺ ജ്യൂസ് ചേർക്കുമ്പോൾ നമ്മുടെ ചായ ബ്ലൂ കളറിൽ നിന്ന് ഒരു ലൈറ്റ് പർപ്പിൾ കളറായിട്ട് മാറുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ഹെൽത്തി ശംഖുപുഷ്പം ചായ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ പുതിയൊരു റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.